പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധം ഇന്നും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ഡിവൈഎഫ്ഐ അടൂരിൽ വിചാരണ സദസ്സ് സംഘടിപ്പിക്കും. ഇന്നലെ നടന്ന യുവജന വനിതാ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമാണ് പത്തനംതിട്ട ജില്ലയിൽ ആകെ നടന്നത്. സംസ്ഥാനത്ത് പ്രതിഷേധം കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. സുജു, ഇന്ന് ഡിവൈഎഫ്ഐയുടെ വിചാരണ സദസ്സ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ യുവജന സംഘടനകൾ, വനിതാ സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഇന്നും ഉയർത്തുകയാണോ? മനു, പ്രതിഷേധങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടവും അതിനുശേഷമുള്ള മൗനവുമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാതെ വീടിനുള്ളിൽ, ആദ്യഘട്ടത്തിൽ രാഹുലിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞു രാഹുൽ വീടിനുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും രാഹുൽ പിന്നീട് വീട്ടിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുന്നു. അവിടെ വെച്ച് രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് മറുപടി നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്നാൽ വാർത്താ സമ്മേളനം പുരോഗമിക്കുമ്പോൾ രാഹുലിനോട് ചോദ്യം ചോദിക്കുമ്പോൾ രാഹുൽ ചൂണ്ടിക്കാട്ടിയതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരിയാണ്, രാഹുലിനെതിരെ നിയമപരമായൊരു പരാതിയുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടോ? ക്രിമിനൽ കുറ്റമെന്ന് തെളിയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഓഡിയോ സംഭാഷണം, ശബ്ദ സന്ദേശം, അതിലാണ് നിർബന്ധിത ഗർഭചിത്രത്തിനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ രാഹുലോട് വിശദീകരണം ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന കൈരളിയോടും മറ്റൊരു സ്ഥാപനത്തോടും പറയുന്നത്, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇനിയും സംസാരിക്കില്ല, വാർത്താ സമ്മേളനത്തില്ല. അത് രാഹുൽ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ രാഹുൽ ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെടാവുന്ന കുറ്റം നിർബന്ധിത ഗർഭചിത്രം അത് ചില ഘട്ടങ്ങളിൽ വരെ അവകാശവുമായും അത് നിയമപരമായി നടത്താവുന്നതാണ്. എന്നാൽ അതിന് നിർബന്ധിതവുമായും അശാസ്ത്രീയമായ മാർഗത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് തീർച്ചും നിയമവിരുദ്ധമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് രാഹുൽ ഇന്നലെ ഒളിച്ചോടുകയും ചെയ്തു. മാത്രമല്ല, വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം രാഹുൽ തനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ വീട്ടിലേക്ക് ഓടുന്നു. നമ്മൾ ചില കുട്ടികളൊക്കെ വീട്ടിലേക്ക് തിരിഞ്ഞോടുക, നമ്മൾ ചെറുപ്രായത്തിലൊക്കെ പറയുന്ന പോലെ അതിന് സമാനമായ രീതിയാണ് രാഹുലിൻ്റെ ഈ ഓട്ടം. ആ ഓട്ടത്തിന് ശേഷം രാഹുൽ ഇന്ന് പ്രതികരിക്കുമോ? ഇന്നും രാഹുലിൻ്റെ വീട്ടിലുണ്ട് എന്നാണ്, രാഹുൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഇന്നലെ ചോദിക്കുന്നത്, ആരെങ്കിലും തനിക്കെതിരെ പരാതിയായി വന്നിട്ടുണ്ടോ? അതായത് ഈ ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുള്ള അല്ലെങ്കിൽ രാഹുലിൻ്റെ ലൈംഗിക അശ്ലീല സംഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്ന, അത് സഹിക്കേണ്ടി വന്ന ഏതെങ്കിലും പെൺകുട്ടികൾ പരാതിയായി വന്നിട്ടുണ്ടോ? ഇപ്പോഴിതാ കൃത്യമായി ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന അവാന്തിക പരാതിയായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ അവാന്തികയുടെ പരാതി മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവാന്തിക ഈ പൊതുസമൂഹത്തോട് തുറന്നു പറയുമ്പോൾ കൃത്യമായി രാഹുൽ ക്രിമിനൽ കുറ്റം ചെയ്തുവെന്നും പരാതിയുമായി വന്നിരിക്കുന്ന അവാന്തികയുണ്ട്. ഇനി അറിയേണ്ടത് അവാന്തികയുടെയും അതുപോലെ തന്നെ രാഹുൽ ഇന്നലെ പറയാൻ മടിച്ച അല്ലെങ്കിൽ രാഹുൽ ഇന്നലെ ഒളിച്ചോടിയ വിഷയമുണ്ട്. അതായത് ശബ്ദ സന്ദേശം. ഈ രണ്ട് കാര്യത്തിന് രാഹുൽ എപ്പോൾ മറുപടി നൽകും? രാഹുൽ മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ മാത്രമാണെങ്കിൽ ഇന്ന് ജനപ്രതിനിധി കൂടിയാണ്. അപ്പോൾ ജനപ്രതിനിധിക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ മറുപടി പറയേണ്ടത് ഒരു ധാർമ്മികത, ഉത്തരവാദിത്വം രാഹുലിനുണ്ട്. ആ ധാർമ്മികത രാഹുൽ ഇന്ന് വെച്ച് പുലർത്തുക. പാലക്കാട് എന്ന ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പൊതു ചടങ്ങുകളുണ്ട്. രാഹുലിനെ ആ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി അറിയിക്കുകയും ചെയ്തിരുന്നു. രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കൊടുത്തിട്ടില്ല. ഇന്നലെ രണ്ട് സ്വകാര്യ ചടങ്ങുകൾ രാഹുൽ പൂർണ്ണമായി ഒഴിവാക്കി. ഇന്നും പൊതുചടങ്ങുകൾ ഒഴിവാക്കി വീട്ടിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. രാഹുൽ വലിയ വീമ്പ് പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഏതെങ്കിലും ക്രിമിനൽ കുറ്റം താൻ ചെയ്തിട്ട് ആരെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ അന്നേരം ആ സമയം മറുപടി നൽകുന്നത്. എന്നാൽ രാഹുൽ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, രാഹുലിൻ്റെ വാർത്താ സമ്മേളനം പൂർത്തിയായ ശേഷം തന്നെ മറ്റ് സ്വകാര്യ പല ചാനലിലേക്കും അവാന്തിക എത്തുകയും കൃത്യമായി തന്നെ വളരെ വൈകൃതമായി റേപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊക്കെ, ലൈംഗിക വൈകൃതത്തിന് താൻ ഉടമയാണോ രാഹുൽ സംശയിക്കുന്ന, നമ്മളങ്ങനെ പറയുന്നില്ല, അത്തരം സംശയിക്കപ്പെടേണ്ട രീതിയിലുള്ള ഒരു ആരോപണമാണ് അവാന്തിക ഉന്നയിച്ചത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി എന്ത് രാഹുൽ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ഉറ്റുനോക്കുന്നത് രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമോ? പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ മറുപടി ഉണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പത്തനംതിട്ടയിലെ പ്രതിഷേധം. ഇന്നലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് വിചാരണ സദസ്സുണ്ട് രാഹുലിനെതിരെ. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് വലിയ വിചാരണ സദസ്സും മറ്റ് സമര പരിപാടികളും അറിയുന്നത്. ഇപ്പോൾ BJPയും യുവമോർച്ചയൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. മറ്റൊരു രാഹുലിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ രാഹുലിൻ്റെ അനുകൂലികളും VD സതീശൻ ഉൾപ്പെടെ ഭയപ്പെടുന്നത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രമുഖനായ കാലഘട്ടം മുതൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ ഇപ്പോൾ ഡിവൈഎഫ്ഐ അധിക്ഷേപിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ വിശേഷിപ്പിക്കുന്ന പോലെ ചില പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച്
ആരോപിച്ചുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ അന്ന് മുതൽ തന്നെ രാഹുലിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സജീവമായിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഒരു ആരോപണമായി അത് ഫേസ്ബുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിൽക്കുന്ന പേര് പറയാത്ത ആളുകളുടെ ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തായിരുന്നു. ഇന്ന് അത് മാറി ഈ ആരോപണം വരുമ്പോൾ നോക്കുക, ആദ്യം വരുന്നത് യുവമാധ്യമ പ്രവർത്തക ഒരു ആരോപണമായി എത്തുന്നു, അല്ലെങ്കിൽ രാഹുലിൻ്റെ പേര് പറയുന്നില്ലെന്നുള്ളൂ. രണ്ടാമത് വളരെ പെട്ടെന്നാണ് രാഹുലിനെതിരെ ശബ്ദ സന്ദേശം എഴുത്തുകാരിയായിരിക്കുന്ന ഹണി ഭാസ്കർ വരുന്നു. ഹണി ഭാസ്കറിന് പിന്നാലെ തൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. പിന്നീട് തൻ്റെ ഫേസ്ബുക്ക് ചാറ്റ് പുറത്തു വരുന്നു. അതിനുശേഷം അവാന്തിക വരുന്നു. അതായത് ഏതാണ്ട് 24 മണിക്കൂറിനെതിരെ 5 ആരോപണങ്ങളും തെളിവുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നത്. ഇവിടെയാണ് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ ഭയപ്പെടുന്നത്. ഈ 5 ആരോപണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നിൽക്കുമോ? ഇന്ന് പകൽ തുടങ്ങുമ്പോൾ വീണ്ടും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമോ? വീണ്ടും ആരോപണങ്ങൾ തുടങ്ങുമോ? അങ്ങനെയെങ്കിൽ രാഹുൽ പുതിയ ആരോപണങ്ങളൊക്കെ വന്ന ശേഷം ഒരുമിച്ച് മറുപടി നൽകാൻ കാത്തു നിൽക്കുകയാണോ? അതല്ല ഈ ആരോപണങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് ഇന്ന് പ്രതികരിക്കുമോ? രാഹുലിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. നേരത്തെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനോട് മത്സരിച്ച് ഏത് വിഷയം ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന അഭിപ്രായം പറയും. അത് മരണ വീടായിക്കോട്ടെ, കല്യാണ വീടായിക്കോട്ടെ, അങ്ങനെ ഒന്നും വ്യത്യാസമില്ല. എവിടെയാണെങ്കിലും രാഹുൽ ഒന്ന് അഭിപ്രായം പറയുകയും തൻ്റെ ഒരു അത് ഏതൊക്കെ തരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ നേതാക്കളെയും കുറ്റപ്പെടുത്താം, അവഹേളിക്കാം, അതിൻ്റെ ഭാഷയൊക്കെ തന്നെ വളരെ കേരളീയർക്ക് ഇപ്പോൾ വളരെ താല്പര്യക്കുറവോടുകൂടിയെങ്കിലും അത് കണ്ടിരിക്കേണ്ട ഗതികളുണ്ട്. ആ രാഹുലിൻ്റെ മൗനമാണോ എന്നുള്ളത് പ്രതികരണമാണോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഉയരുന്നത്. മനു. ഓക്കെ താങ്ക് യു സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ സുജു ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല, വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു പോകുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. അങ്ങനെ താങ്കൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.